500, 1000 രൂപ നോട്ടുകൾ പിൻവലിച്ചത് വലിയ പ്രത്യാഘാതമാണ് കേരളത്തിൽ ഉണ്ടാക്കിയത്. കൂലിപ്പണിക്കാരെ മുതൽ കച്ചവടക്കാരെ വരെ കറൻസി പ്രതിസന്ധി പ്രതികൂലമായി ബാധിച്ചു. അഞ്ഞൂറ്, 1000 രൂപ നോട്ടുകൾ പിൻവലിക്കുകയും ആവശ്യത്തിന് പകരം നോട്ടുകൾ എത്താതിരുന്നതും സഹകരണ ബാങ്കുകൾക്ക് കറൻസി മാറി നൽകുന്നതിനുള്ള അനുമതി നൽകാതിരിക്കുകയും ചെയ്തത് കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ തന്നെ ബാധിച്ചു. എല്ലാ രംഗത്തും മാന്ദ്യം അനുഭവപ്പെട്ടു. സഹകരണ മേഖലയെ തകർക്കുന്നതിനെതിരെ ഇടതുമുന്നണി മനുഷ്യച്ചങ്ങലയടക്കമുള്ള പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചു. വിയോഗങ്ങളുടെ വർഷം കൂടിയായിരുന്നു 2016. മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട കവി ONV കുറുപ്പ്, കാവാലം നാരായണ പണിക്കർ, നടനും നാടൻപാട്ട് കലാകാരനുമായ കലാഭവൻ മണി, നടി കൽപ്പന തുടങ്ങി നിരവധി പ്രതിഭകളെ നഷ്ടമായത് 2016. ജ്ഞാനപീഠം ജേതാവ്, മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട കവി, ഗാനരചയിതാവ് ONV കുറുപ്പ് ഓർമ്മയായി മാറിയത് ഫെബ്രുവരി 13 സാംസ്കാരിക കേരളം നിറക്കണ്ണുകളോടെയാണ് പ്രിയപ്പെട്ട കവിക്ക് യാത്രാമൊഴി നൽകിയത്. മാർച്ച് 6 തെന്നിന്ത്യൻ സിനിമാ താരവും കേരളത്തിൻ്റെ നാടൻപാട്ടിന് പുതിയ മാനങ്ങൾ നൽകിയ കലാകാരനുമായ കലാഭവൻ മണി ആകസ്മികമായി അന്തരിച്ചത്. 45 വയസ്സിലുള്ള ആ മരണത്തിൽ പല സംശയങ്ങളും ഉയർന്നു. തനത് നാടകവേദിയുടെ ആചാര്യനും ബഹുമുഖ പ്രതിഭയുമായ കാവാലം നാരായണ പണിക്കറുടെ വിയോഗം സാംസ്കാരിക കേരളത്തിന് വലിയ നഷ്ടമായിരുന്നു. നാടകകളരിയായ സോപാനത്തിനെയും തനത് നാടക പ്രസ്ഥാനത്തെയും അനാഥമാക്കിയാണ് കാവാലം നാരായണ പണിക്കർ തിരശ്ശീലയ്ക്ക് പിന്നിലേക്ക് എന്നേക്കുമായി മറഞ്ഞത്. എഴുത്തുകാരൻ അക്ബർ കക്കട്ടിൽ ഫെബ്രുവരി 17 അന്തരിച്ചത്. സ്കൂൾ അധ്യാപകനായിരുന്ന അക്ബർ കക്കട്ടിൽ നർമ്മത്തിൽ ചാലിച്ച ചെറുകഥകളും നോവലുകളും കൊണ്ട് മലയാള സാഹിത്യരംഗത്ത് തൻ്റെതായ സംഭാവനകൾ നൽകിയാണ് 62 വയസ്സിൽ വിടവാങ്ങിയത്. ഹാസ്യാഭിനയത്തിൽ തിളങ്ങിയ കൽപ്പനയെ നമുക്ക് നഷ്ടമായതും 2016 സിനിമാ ഷൂട്ടിങ്ങിനായി ഹൈദരാബാദിൽ പോയ കൽപ്പന ജനുവരി 25 അവിടെ ഒരു ഹോട്ടൽ മുറിയിലാണ് ഹൃദയസ്തംഭനം വന്ന് മരിച്ചത്. തിരക്കഥാകൃത്ത് TA റസാഖ് ഓഗസ്റ്റ് 15 വിടവാങ്ങി. RSP നേതാവും മുൻമന്ത്രിയുമായ VP രാമകൃഷ്ണപിള്ള നവംബർ 8 മരണമടഞ്ഞു. ഏറെക്കാലമായി ചികിത്സയിലായിരുന്ന അദ്ദേഹം തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലാണ് അന്തരിച്ചത്. ഡിസംബർ 9 സോഷ്യലിസ്റ്റ് നേതാവും മുൻ MPയും MLAയും LDFന്റെ ആദ്യ കൺവീനറുമായിരുന്ന P വിശ്വംഭരൻ ഈ ലോകത്തോട് യാത്ര പറഞ്ഞത്. പത്രപ്രവർത്തകൻ കൂടിയായിരുന്ന P വിശ്വംഭരൻ 92 വയസ്സിലാണ് അന്തരിച്ചത്. മുൻ നിയമസഭാ സ്പീക്കറും കോൺഗ്രസ് നേതാവുമായിരുന്ന AC ജോസ് ജനുവരി 23 അന്തരിച്ചു. അർബുദ രോഗത്തോട് അവസാന നിമിഷം വരെ പുഞ്ചിരിയോടെ പോരാടിയ യുവനടൻ ജിഷ്ണു രാഘവൻ, ട്രാഫിക് എന്ന ചിത്രത്തിലൂടെ സിനിമാ ലോകത്തെ വിസ്മയിപ്പിച്ച യുവ സംവിധായകൻ രാജേഷ് പിള്ള, 500ഓളം സിനിമകളിൽ അഭിനയിച്ച മുതിർന്ന നടൻ ജഗന്നാഥ് വർമ്മ തുടങ്ങി ഒട്ടേറെ പേരെ 2016 നമുക്കിടയിൽ നിന്നും അനന്തതയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. നേട്ടങ്ങളുടെയും മാറ്റങ്ങളുടെയും വിയോഗങ്ങളുടെയും വർഷമായിരുന്നു 2016. പിന്നിട്ട കാലം നൽകിയ അനുഭവ സമ്പത്തും തിരിച്ചറിവുമായി 2017 എന്ന പുതുവർഷത്തെ നമുക്ക് വരവേൽക്കാം. നന്മയുടെയും സന്തോഷത്തിൻ്റെയും നല്ല ദിനങ്ങൾ നമ്മുടെ നാടിനും നമുക്കെല്ലാവർക്കും പുതുവർഷം സമ്മാനിക്കട്ടെ എന്ന് ആഗ്രഹിക്കാം. നമസ്കാരം.